ചേച്ചി ഇതിന് എത്ര തൂണുകൾക്ക്? 748. ആ രണ്ടും കൂടെ. ഓ ആ യാ പൊന്നെ 248 1000 ഉണ്ടാവും. പിരാന്തത്. ഇത് രാജാവിരിക്കുന്ന ഇതിനെന്താ പറയല്, ഞാൻ മറന്നട്ടാ. സിംഹാസനം. യെസ്, സിംഹാസനം. സിംഹാസനം ഉണ്ട്. ഓ അത് വിളിച്ചു. ഓ പൊളി. ഇതാണ് ഇപ്പം നിങ്ങളോട് വന്നിട്ട് കാണാൻ പറയുന്ന നമ്മളെ എന്താ പറയുക, ചെന്നൈ അല്ലത്, മധുരയിലുള്ള പാലസ്. ഇത് കാണേണ്ട തന്നെയാണ്. നമുക്കൊന്നും പറയല്ല. ഇങ്ങനെ വീഡിയോ എടുത്ത കുട്ടിയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കാണാണ്ട് കണ്ടോ, ഭംഗിയില്ലേ? പില്ലറുകളോണ്ടൊരു കളിയാ കണ്ടോ. ഓ പൊളി. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പില്ലറ് എന്നൊക്കെ പറഞ്ഞാലേ നമ്മളെ നിലമ്പൂരത്തേക്കൊന്നും ഒന്നുമല്ലട്ടോ, അജാതി പില്ലറുകളാണ്. അങ്ങനെ കുറേ പില്ലറുകൾ. പിന്നെ ഇപ്പം എന്താ ഇവിടെ ഉള്ളത്? പിന്നെ കാര്യമായിട്ടുള്ള സെറ്റപ്പ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെ. പിന്നെ ഇവിടെ KDL മെയിൻ ഇതൊക്കെ എഴുതി വെച്ചിരുന്നു. പിന്നെ ലവ് സ്റ്റോറി ഒക്കെ ഉണ്ട് ഇവിടെ. എന്താ ലാമോൻ മീന അണ്ടാ, കുറേ ലവ് സ്റ്റോറികൾ പറയണ്ടാവും ഇതിന്. അങ്ങനെ ഒരു ജാബറോ ജെറീന്, അജ്മൽ, റാബിക. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഒരു തൂണൊഴിവില്ലാതെ ഈ ആൾക്കാർ ഇങ്ങോട്ട്. എന്ത് കഷ്ടമാണിപ്പോൾ ഇത്. എല്ലാത്തിലും അല്ലാതെ തുണിൽ ഈ ടീമിൻ്റെ പരിപാടി ഉണ്ട്. ഒരു തൂണൊഴിവില്ല എല്ലാത്തിലും. ഇതിങ്ങനെ ഇത് ഇവിടെ എഴുതി വെച്ചിട്ട് എന്താ കാര്യം? KK അജുവിൻ്റെ KK എന്ന് തോന്നുന്നുണ്ട്. ഇത് നോക്കി, ഒരു തൂണ് ഇവിടെ ഒഴിവില്ല. പക്ഷെ എന്താ ബലൊക്കെ കാട്ടുക. ഇത് ഏത് രാജാവിൻ്റെ എന്താന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. മധുരൈ രാജാവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, അതാവും സംഭവം. ചോദിച്ചാ ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാധനം ഈ സാധനം. ഓ കിടിലം. ഇത് രക്ഷയില്ല കേട്ടോ. ഈ മാറ്റൊക്കെ മേലെ ഒട്ടിച്ച വെച്ച മാതിരി ഒരു സംഭവം. സെറ്റപ്പ് അല്ലേ? നല്ല അടിപൊളി പവറാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ സിനിമ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പുറത്ത്. സ്ലോ മോഷൻ വാക്കിംഗ് ആണ് അത്ര. ഒരു പ്രാവാട അഡയിരിക്കുന്നു. സംഭവം നൈസാ, കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വന്നിരുന്നാലേ ഇവിടെ ഉണ്ട് പിക്ചർ കേട്ടോ. ഓ ഇത് അടിപൊളി. ഇത് നമ്മളിങ്ങനെ മൂവ് ചെയ്യുമ്പോഴേ ഇത് മൂവ് ചെയ്യണ മാതിരി തോന്നുന്നുണ്ട്. അങ്ങനെ സംഭവം അടിപൊളി, ഒന്നും പറയല്ല. മധുരയിൽ വന്നോളൂ, കണ്ടോളൂ. ഇതിൻ്റെ മേലെ മൊത്തം പേരാകരം കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ പെയിൻ്റ് അടിക്കലൊന്നുമില്ല. പുട്ടിട്ട് ഫിനിഷ് ചെയ്തുകൊണ്ടത്. പക്ഷെ പുട്ടിട്ട് ഫിനിഷ് ചെയ്യാതെ ഈ തൂണിനെങ്ങനെ ഇങ്ങനെ ഫിനിഷിങ് കിട്ടണമെന്നും കൂടി അറിയണം കേട്ടോ. അതുകൊണ്ട് പുട്ടിയൊന്നുമില്ല. ചിലപ്പോൾ ഇപ്പോൾ പുട്ടിട്ട് മിൻസാക്കിയതാണോ കണ്ടോ. പ്രാക്കളെ വരാതെക്കാൻ വേണ്ടി ബിറ്റുകൾ കെട്ടി വെച്ചാണ് ഇപ്പോൾ. അതിന് കുറേ പ്രാക്കൾ ചത്തറും. ഒരു പ്രാവ് ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ എന്താല്ലേ ആ പ്രാവിൻ്റെ ഒക്കെ ഒരു അന്തി വെയിലങ്ങൾ കൊണ്ടിട്ട് മരിച്ചേണ്ടി വരും പാവങ്ങൾ. അടുത്ത പരിപാടിയൊക്കെ ഇതെന്താണ്? ഇതിലൂടെ പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. വർക്ക് നടക്കണ്ട. ആളെ പൊട്ടി പൊളിഞ്ഞു. കൊട്ടാരത്തിൽ അഴിമതി നടന്നുണ്ട്. അതാ